ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമൈനിയെയും അതുപോലെ പ്രസിഡന്റ് പെസസ്കിയാനെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആക്രമണം എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ ആക്രമണം വിജയകരമാണോ എന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ ചാനൽ 12 ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിനകത്ത് വലിയ രൂപത്തിലുള്ള സൈറൻ മുഴങ്ങുന്നുണ്ട്. എല്ലാ ആളുകളോടും ഷെൽട്ടറിലേക്ക് മാറാൻ പറയുകയും ഇസ്രായേലിനകത്ത് പൂർണ്ണമായും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അവസാനമായി ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ ആണവ കാര്യവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നിരുന്നത്. പക്ഷെ ഈ ചർച്ച പരാജയപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് ഇങ്ങനെയുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് അടുത്ത വ്യാഴാഴ്ച വീണ്ടും ചർച്ചയ്ക്ക് പോവുകയാണ് എന്നാണ്. ഞങ്ങൾക്ക് ആക്രമണമല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുക എന്നതാണ്. ഇങ്ങനെ പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ രാത്രി ആക്രമണം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി സമയങ്ങളിൽ നിന്ന് മാറി പകൽ സമയത്തേക്കാണ് ഈ ആക്രമണം മാറ്റിവെച്ചിട്ടുള്ളത്. കാരണം ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം രാത്രി ഒരുപക്ഷെ സജ്ജമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിനെ മറികടക്കാനായിരിക്കും സമയം മാറി ഒരു ആക്രമണം അമേരിക്കയും ഇസ്രായേലും നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. ഏതെല്ലാം കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്, ഇതൊരു ലിമിറ്റഡ് അറ്റാക്ക് തന്നെയാണോ, അതല്ല പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം ആക്രമിച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ വ്യക്തമല്ല. ആക്രമണം ഉണ്ടായി എന്ന വാർത്ത വരുന്നു. നമുക്ക് ചില വീഡിയോ ദൃശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന വീഡിയോയിൽ ഇറാനിൽ നടന്ന ആക്രമണമാണ് ഈ കാണിക്കുന്നത്. ഇറാന്റെ ടെഹ്റാനിലെ ചില മിലിറ്ററി കേന്ദ്രങ്ങളാണോ അതല്ല മറ്റേതെങ്കിലും കേന്ദ്രങ്ങൾക്ക് നേരെയാണോ ആക്രമണം നടത്തിയത് എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഖാംനെയെയും അതുപോലെ തന്നെ പ്രസിഡന്റ് പെസസ്കിയാനെയും ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു. പക്ഷെ അത് വിജയകരമായിട്ടുണ്ടോ എന്നറിയില്ല. അതുപോലെ തന്നെ ഇറാന്റെ വ്യോമ മേഖലകളിലേക്ക് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ യുദ്ധവിമാനങ്ങൾ വന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമല്ല. ഒരുപക്ഷെ ഇസ്രായേലിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബേസുകളിൽ വെച്ച് ക്രൂസ് മിസൈലുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിസൈലുകളോ ഉപയോഗിച്ചാണോ ആക്രമണം നടത്തിയത് എന്ന കാര്യങ്ങളൊന്നും കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയില്ല. അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇറാന്റെ വ്യോമ മേഖലകളിലേക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ടോ, ഇതൊക്കെ വരും നിമിഷങ്ങളിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ ടവറിന് മുകളിലാണ് ആക്രമണം നടന്നതായി വീഡിയോകളിൽ കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയിരിക്കുന്നത് ചില ലീഡേഴ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന കാര്യം ഇപ്പോൾ പ്രാഥമികമായി വരുന്നുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങൾ വിജയകരമായിരുന്നോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.